കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാരുടെ പ്രതിഷേധം അമിത ജോലിഭാരമെന്നാണ് പരാതി. നോൺ അക്കാദമിക് ജൂനിയർ ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, ഗുഡ് ഈവനിംഗ്. എത്ര മണിക്കൂറാണ് അവർക്കിപ്പോൾ ജോലി ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് സംവിധാനങ്ങൾ ഫലപ്രദമായി അവിടെ നടപ്പാക്കാത്തത്? അതേക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത് സിനോജ്? സുജയപർവതി, ഗുഡ് ഈവനിങ്. ഞാനുള്ളത് ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്താണ്. PG ഡോക്ടേഴ്സ് ഇവിടെ സമരവുമായി മുന്നോട്ട് വരുന്നു. അതായത് കാത്തിരിപ്പ് മതി, ഇനി പോരാട്ടം എന്ന പേരിൽ ബാനറൊക്കെ പിടിച്ചുകൊണ്ടാണ് ഇവർ സമരവുമായി മുന്നോട്ട് വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ മാസം അവസാന വാരത്തിലാണ് 239 ഹൗസ് സർജന്മാർ കോഴ്സ് പൂർത്തിയാക്കി പുറത്തേക്ക് പോയത്. അതോടുകൂടി ഇവിടെ ഡോക്ടേഴ്സിന് ക്ഷാമം വന്നു. അതിന് അമിതമായി ജോലി ചെയ്യേണ്ടി വരുന്നത് PG വിദ്യാർത്ഥികളാണ്. അതിന് പരിഹാരമായി 120 നോൺ അക്കാദമിക് ജൂനിയർ ഡോക്ടർമാരെ നിയമിക്കാൻ തീരുമാനമെടുത്തു. പക്ഷേ ഡോക്ടേഴ്സ് ആരും ജോലിക്ക് വരുന്നില്ല. കാരണം ശമ്പളം കുറവായതുകൊണ്ട് ജോലിക്ക് ഹാജരാകുന്നില്ല എന്നാണ് പരാതി വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്? നമ്മളിപ്പോൾ ദിവസം 24 മണിക്കൂറിൽ കൂടുതൽ ജോലി വരുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ജോലി ഭാരം വരുന്നത് നമ്മളെ ഫസ്റ്റ് ഇയേഴ്സിനും എല്ലാവർക്കും വേണ്ടിയാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അപ്പം നമ്മൾക്ക് ഇതിൽ വരുന്ന ചില ആൾക്കാർ ഫസ്റ്റ് ഇയേഴ്സ് കോള് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 40 മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ജോലി ഇതായിട്ട് വരുന്നുണ്ട്. ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ രാത്രിയാണെങ്കിലും തന്നെ നമുക്ക് നൈറ്റ് കോളുകൾ എടുത്തു. നൈറ്റ് കോളുകളെല്ലാം എടുത്തതിന് ശേഷവും നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കറസ്പോണ്ടിങ് വാർഡുകളിൽ പോവുകയും അത് വാർഡിലത്തെ ബാക്കി ജോലികളെല്ലാം ചെയ്യേണ്ടി വരികയും അതെല്ലാം കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് രാത്രി, അന്നത്തെ ദിവസം രാത്രി അല്ലെങ്കിൽ പാതിരാത്രി ആയിരിക്കും ചിലപ്പോൾ നമ്മൾക്കൊന്ന് തിരിച്ചു പോകാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് വേറെ ഓഫുകളോ അങ്ങനെ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ജോലി ഹൗസ് സർജൻസ് ചെയ്തുകൊണ്ടിരുന്ന ജോലികളും അതിന് പകരമായിട്ട് NAJR നിയമിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ് അവർ ജോലിക്ക് വരാത്തത്? പുതിയ ആളുകൾ വരാത്തത് എന്തുകൊണ്ടാണ്? പ്രധാനമായ ഒരു റീസൺ, നമ്മൾക്ക് അവരെ ഒരു 54,000 എന്ന് പറഞ്ഞ ഒരു സ്റ്റൈപ്പൻഡ് ആയിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് വന്നിട്ടുള്ളത് 45,000 എന്നുള്ള ഒരു അളവാണ്. അപ്പോൾ അതിൽ അവർ തീരെ അപ്പീലിംഗ് അല്ലാത്ത നമുക്കൊരു സാലറി പാക്കേജ് ആയതുകൊണ്ടും അവർക്ക് ഇവിടെ തിരിച്ചു വന്നാൽ MBBS കഴിഞ്ഞിട്ട് പോലും നമ്മൾക്ക് പിന്നെയും ഇതേപോലത്തെ മീനിയൽ ജോബ്സ് എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറേ ഇൻവെസ്റ്റിഗേഷൻ എഴുതി കൊടുക്കുക, നമുക്ക് ബ്ലഡ് എടുക്കുക, ബ്ലഡ് ഇടുക, അങ്ങനത്തെ കുറേ NIV അതുപോലത്തെ കാര്യങ്ങൾ റെഡിയാക്കുക. അവർക്ക് അവരുടെ ഡിഗ്നിറ്റിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ജോലികൾ അവർക്ക് MBBSന് ശേഷവും ചെയ്യേണ്ടി വരുന്നു. അതെല്ലാം ഇവരുടെ കാര്യമായി അവരെ കയറുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ഇപ്പോൾ എത്ര NAJR ഡോക്ടേഴ്സാണ് വന്നിരിക്കുന്നത്? ഇതുവരെ വന്നതിൽ 10 പേരാണ് വന്നിട്ടുള്ളത്. അതെ, 120 വേക്കൻസി ഉണ്ട്, 10 പേര് വന്നിട്ടുള്ളൂ. അതെ അതെ അതെ. നിങ്ങൾ ഈ സമരം മുന്നോട്ട് പോകാനാണോ തീരുമാനം? നമ്മൾക്ക് ഇനിയും നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ഈ ആശയങ്ങളും നമ്മൾക്ക് വേണ്ടത് ശരിയാക്കി തന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇനി പ്രൊട്ടസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ. സുജയപർവതി, ഏതായാലും PG ഡോക്ടേഴ്സ് സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. NAJR എന്ന് പറഞ്ഞാൽ നോൺ അക്കാദമിക് ജൂനിയർ ഡോക്ടേഴ്സാണ്. ഇവിടുന്ന് തന്നെ ഹൗസ് സർജൻസി പൂർത്തിയാക്കി ഇറങ്ങിയ ഡോക്ടേഴ്സിനെ തിരികെ വിളിക്കാനാണ് ഒരു സാലറി പാക്കേജ് സർക്കാർ പറഞ്ഞത്. അത് പ്രതിമാസം 45,000 രൂപയാണ് പറഞ്ഞത്. അത് പറ്റില്ല, 54,000 രൂപയെങ്കിലും നൽകണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. സുജയ.